ഹായ് വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് റിജിൻ, നിങ്ങളുടെ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് ട്രെയിനർ. നമ്മുടെ SSC അതേപോലെ തന്നെ റെയിൽവേയുടെ ഒരുപാട് എക്സാംസ് ആണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇയർ ആണ് ഇതെന്ന് പറയാം. ബിക്കോസ് നമ്മുടെ SSCയുടെ എക്സാംസിൻ്റെ കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഈ വർഷം നടക്കുന്ന SSCയുടെ എക്സാം നിങ്ങൾക്കറിയാം, അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഓർഡർ സാധാരണ നമ്മുടെ എല്ലാ വർഷവും CGL ആദ്യമേ നടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ വർഷം നമ്മുടെ CHSL കഴിഞ്ഞ് MTSും കഴിഞ്ഞ CGL നടക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് CHSലും MTS ഒക്കെ നല്ലപോലെ എഴുതിയിട്ട് ആയിരിക്കും ഒരാൾ CGLിലേക്ക് പോകുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമിലേക്ക് പോകുന്ന പോലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സാമാണ് റെയിൽവേയുടെ എക്സാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നടന്നിട്ട് ഒരുപാട് വർഷമായല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഏതെങ്കിലും ഒരു എക്സാം അല്ല റെയിൽവേയുടെ നടക്കാൻ പോകുന്നത്, ഒരുപാട് എക്സാംസ് ആണ് റെയിൽവേയുടെ ഒരുമിച്ച് ഈ വർഷം തന്നെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, സാധാരണ എപ്പോഴെങ്കിലും ഒരു റെയിൽവേയുടെ എക്സാം വരുമ്പോൾ ഈ വർഷം ഏതെങ്കിലും 1-2 എക്സാം നടക്കും, പിന്നെ അടുത്ത വർഷം ചിലപ്പോൾ ഏതെങ്കിലും 1-2 എക്സാം നടക്കും, പിന്നെ ഒരു ഗ്യാപ്പിൽ എക്സാം നടക്കത്തില്ല. പക്ഷേ ഈ വർഷം അങ്ങനെ അല്ല അല്ലേ. ഓൾറെഡി റെയിൽവേയും ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന എല്ലാ എക്സാമിൻ്റെയും കാലണ്ടർ ഒരുമിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തൊക്കെ എക്സാംസ് ആണ് വരാനിരിക്കുന്നത്, ഏതൊക്കെ മന്താണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 എക്സാം കൂടി വന്നപ്പോൾ അറ്റ് ദ സെയിം ടൈം അതൊരു ബ്ലെസ്സിങ് ആണെങ്കിൽ പോലും പലർക്കും ഒരു ഡൗട്ടുണ്ട്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ SSC നോക്കിക്കൊണ്ടിരുന്നതാണ്, അപ്പോൾ SSC തന്നെ നോക്കട്ടോ അതോ റെയിൽവേ നോക്കണോ എന്നുള്ള, റെയിൽവേ ഇപ്പോഴല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു മേജർ, ഈ 2 എക്സാമിലുള്ള ഒരു മേജർ ഏരിയയാണ് നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ കോൺസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയ എങ്ങനെ ഓരോ എക്സാമിനും കൺഫ്യൂസ് ആവാതെ തന്നെ 2 എക്സാമിനോട് ചേർത്ത് ഒരുമിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്കിനാണ് വെയിറ്റേജ് കൂടുതൽ, ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് ഒന്നിനുണ്ട് മറ്റേതിനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് 2 കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ, ആൻഡ് നിങ്ങൾക്കറിയാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നല്ലപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ SSC അതേപോലെ തന്നെ RRBയുടെ എക്സാംസിൽ നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഏരിയ എങ്ങനെ ഒരുമിച്ച് നോക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വെയിറ്റേജിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ SSCയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ വെയിറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും 1-2 എക്സാംസ് കാണും. നമ്മൾ അതിനൊന്ന് ഇൻ ജനറൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മുടെ SSC എക്സാംസിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് നമ്മുടെ CGLന്റെ എക്സാം, നിങ്ങൾ എല്ലാവരും CGLന് വേണ്ടിയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ബാക്കി എക്സാംസ് അതിൻ്റെ കൂടെ കൊണ്ടുപോകായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ CGLന്റെ എക്സാമിലേക്ക് പറയുമ്പോൾ നമുക്ക് അവിടെ 25 ക്വസ്റ്റൻ ആണ് CGLൽ വരുന്നതെങ്കിൽ, നമ്മുടെ CHSLലും 25 ക്വസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. അതുപോലെ MTSന്റെ എക്സാമും അതേപോലെ തന്നെ നമ്മുടെ GD ഓക്കെ ആ എക്സാമിലൊക്കെ ആണെങ്കിൽ 20 ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ആൻഡ് CPOയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 25 നേരെ ഇരട്ടി നമ്പർ ഓഫ് ക്വസ്റ്റൻസ്, നേരെ ഡബിൾ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ 50 ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ CGLൽ ചോദിക്കുന്ന അതേ പാറ്റേൺ തന്നെ, പക്ഷേ അതിൻ്റെ ഇരട്ടി ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു 20 തൊട്ട് 25 ക്വസ്റ്റ്യനും, പിന്നെ റെയർ ആയിട്ട് ഒരു എക്സാമിന് മാത്രം എന്താണ് അതിൻ്റെ ഇരട്ടി ക്വസ്റ്റ്യൻ. പക്ഷേ ഓൾമോസ്റ്റ് അത് 100 ക്വസ്റ്റ്യൻ സ്ഥലത്ത് 200 ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമ്മുടെ റെയിൽവേയുടെ എക്സാമിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ വർഷം നടക്കാതിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെ എക്സാംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ റെയിൽവേയുടെ എക്സാംസിൽ ഇതേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, NTPC ആണെങ്കിൽ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആൻഡ് എക്സാം വെച്ചാണ് നമ്മൾ ഈ കൗണ്ട് പറയുന്നത്. മേ ബി വരാനിരിക്കുന്ന എക്സാംസിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും, മേ ബി ഈ കൗണ്ടിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നടന്നിട്ടുള്ള എക്സാം വെച്ചായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. സോ ആ നടന്നിട്ടുള്ള എക്സാം വെച്ചാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുന്നത്. സോ നമ്മുടെ റെയിൽവേയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ NTPCക്ക് നമുക്ക് ഇതിന് മുമ്പ് Tier 1 ചോദിച്ചിട്ടുള്ളത് 30 ക്വസ്റ്റനും, നമ്മുടെ Tier 2ലേക്കൊക്കെ വരുമ്പോൾ 35 ക്വസ്റ്റനാണ് ചോദിച്ചിരുന്നത്. അതുപോലെ ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ 25 ക്വസ്റ്റനാണ് നമുക്ക് കോൺസിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ALP ടെക്നീഷ്യൻ പോലത്തെ എക്സാംസ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്കൊരു കൗണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും 15 തൊട്ട് 25 ക്വസ്റ്റൻ ആയിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ പുറത്തേട്ട് പോകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എല്ലാവരും ഈ ഒരു ടെക്നിക്കൽ കൂടി ഫോക്കസ് ചെയ്യുന്നവരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടെക്നിക്കൽ എക്സാമിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതേപോലത്തെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഏരിയയൊക്കെ തന്നെ അവിടെയും ചോദിക്കാറുണ്ട്. സോ അവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റൻസ് 30 ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ SSC കണ്ടു അല്ലേ, SSCയിൽ എത്ര ക്വസ്റ്റൻസ് ആയിരുന്നു? മോസ്റ്റ്ലി എല്ലാം 20 to 25 ക്വസ്റ്റൻസ് ആയിരുന്നു. പിന്നെ ഒരു എക്സാമിന് മാത്രം 50 ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ റെയിൽവേയിലേക്ക് വരുമ്പോൾ ക്വസ്റ്റൻസ് എല്ലാം തന്നെ എങ്ങനെയാണ് 20 തൊട്ട് അല്ലെങ്കിൽ 25 തൊട്ട്, ഇവിടെ കാണാം 20 തൊട്ട് ഓൾമോസ്റ്റ് ഒരു 25-30 വരെയാണ് ചോദിക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും ഒരു കൗണ്ട് ഒരുമിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 20 തൊട്ട് 30 ക്വസ്റ്റനാണ് നമുക്ക് ജനറലി ഈ വരാൻ പോകുന്ന എക്സാംസിന് ചോദിക്കുന്നത്. നമുക്ക് 2 എക്സാം കൂടി ഒരുമിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനി
ഉള്ള ഡൗട്ട് ഇത്രയും മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. എന്ത്, ഈ ചോദിക്കുന്ന 20 തൊട്ട് 30 ക്വസ്റ്റ്യൻ ഒരേ ടോപ്പിക്കിൽ നിന്നാണോ, ഒരേ സിലബസ് ആണോ ചോദിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ സോ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമ്മുടെ റെയിൽവേയുടെ എക്സാമിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിൻ്റെ എന്തൊക്കെ ടോപ്പിക്സ് ആണോ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 24 ടോപ്പിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോഡമസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, അതുപോലെ സ്ക്വയർ റൂട്ട്, നമ്പർ സിസ്റ്റം, HCF, LCM, പെർസെൻറ്റേജ്, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ, ക്ലോക്ക്, ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ. എത്രയും ടോപ്പിക്കാണ് നമ്മുടെ റെയിൽവേയുടെ എക്സാമിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. നമുക്കിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്കിത് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് റെയിൽവേക്ക് ഉള്ളത്, ഏതൊക്കെ ഇല്ലാത്തത് എന്നുള്ളത്, SSCക്ക് ഉള്ളത് ആൻഡ് ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി നമ്മൾ SSCയുടെ ആ ഒരു സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് SSCയുടെ നോട്ടിഫിക്കേഷനിലും നമ്മുടെ എക്സാംസിൽ വരുന്ന CGLന്റെ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിൻ്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു എസ്സേ പോലാണ് കൊടുത്തേക്കുന്നത് അല്ലേ, വലിയൊരു പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആൻഡ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറച്ചുകൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പം കണ്ട വലിയ പാരഗ്രാഫിനെ, ടോപ്പിക്സിനെ അതിൻ്റെ ശരിക്കുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഒരേപോലത്തെ ടോപ്പിക്സൊക്കെ അടുത്തടുത്തുള്ള രീതിയിൽ പല സ്ഥലത്തായിട്ട് ഷഫിളായി കിടക്കുകയാണ് ആ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത്. അതിനെ നമ്മളൊന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയനെ മൊത്തത്തിൽ നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഏരിയ ആണ്. നമ്മൾ നേരത്തെ ഇതേ സെയിം ഏരിയ നമ്മുടെ റെയിൽവേയുടെ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ കണ്ടായിരുന്നു. സോ നമ്പർ സിസ്റ്റമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി താഴേക്ക് വരുമ്പം നമുക്ക് അവിടെ റേഷ്യോ, പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ മിഷൻ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ റേഷ്യോയുടെ കൺസെപ്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ഒരുമിച്ച് അറേഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. റിമൈനിങ് ടോപ്പിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇതും നമ്മൾ നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്തുള്ള ആ ഒരു സിലബസ് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു വലിയ ലിസ്റ്റ്, ട്രയാങ്കിൾ, ക്വാഡ്രാറ്ററൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കാണുന്ന വലിയ ലിസ്റ്റ്, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മെൻസുറേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. മെൻസുറേഷൻ. അപ്പോൾ ഈ മെൻസുറേഷൻ്റെ ഏരിയ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. മെൻസുറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് കണ്ടായിരുന്നു. അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ SSCയുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അവർ എന്തൊക്കെയാണ് ക്ലിയർലി പഠിക്കേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ഉണ്ട്, ക്വാഡ്രിലാറ്ററൽ ഉണ്ട് നമ്മുടെ 2Dയിലേക്ക് വരുമ്പം. അതുപോലെ തന്നെ നമ്മുടെ 3Dയിലേക്ക് പോകുമ്പോഴത്തേന് പോളിഗണ്, പ്രിസം, അതുപോലെ തന്നെ പിരാമിഡ്, കോണ്, സ്പിയർ, ഹെമിസ്പിയർ, അതുപോലെ തന്നെ റെക്ടാങ്കുലർ, പാരലോപൈപ്ഡ്, അതുപോലെ നമ്മുടെ ക്യൂബോയിഡിനെ കുറിച്ചാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രയാങ്കുലർ ആൻഡ് സ്ക്വയർ ബേസ് ഉള്ള പ്രിസം, പിരാമിഡ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. സോ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് മെൻസുറേഷൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. SSCയുടെ സിലബസിലേക്ക് വരുമ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ അതിനെ കൊടുത്തിരിക്കുന്നത്. ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ തീർന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഏരിയ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് അഗെയിൻ അതും വളരെ സിമ്പിൾ ഫോമിൽ കാണാൻ പറ്റും. ഓൾജിബ്രയുടെ ആ ഒരു ഏരിയ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിയിലേക്ക് വരുമ്പോഴും ജസ്റ്റ് ട്രിഗ്നോമെട്രി എന്ന് മാത്രം കൊടുത്തു വിടാതെ അതിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രിഗ്നോമെട്രിനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതുപോലെ ഡിഗ്രി, റേഡിയൻ, അതുപോലെ നമ്മുടെ ഫോർമുലാസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ആംഗിൾസ്, സപ്ലിമെൻ്ററി ആംഗിൾസ്, റിഫ്ലക്സ് പെയർസ് എന്നൊക്കെയുള്ള ഏരിയാസും, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയയും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് കൂടാതെ ഇനി നമ്മുടെ ഏരിയാസ് എന്ന് പറയുന്നത്, ബാക്കിയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ജോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോമെട്രിയുടെ ഏരിയാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജോമെട്രി. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കവിടെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, ടേബിളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഏരിയ ആണ് ആ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു SSCയുടെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ പാരഗ്രാഫ് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ SSC ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കാണിച്ച ആ പ്ലാൻ നിങ്ങൾക്ക് ആ ടോപ്പിക് ലിസ്റ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലപോലെ സോർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോകാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എങ്ങനെ SSC റെയിൽവേയുടെ എക്സാംസിന് ഒരുമിച്ച് കോൺസ് പ്രിപ്പയർ ചെയ്യാം,
ഏതൊക്കെ ഏരിയ SSCക്ക് ഉണ്ട്, ഏതൊക്കെ ഏരിയ നമുക്ക് റെയിൽവേക്കുണ്ട്, ഏതാണ് ഇത് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ട് ഇല്ലാത്ത എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ മൊത്തം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ SSC റെയിൽവേയുടെ എക്സാംസിന് ഉണ്ടെങ്കിൽ എത്ര ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും രണ്ടുകൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി. സോ ബോർഡമസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബോർഡമസ് നമ്മുടെ SSCക്കും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ റെയിൽവേയുടെ എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ഡെസിമൽസിലേക്ക് വരുമ്പം അതും നമുക്ക് രണ്ടിനും ചോദിക്കുന്ന ഏരിയ ആണ്. ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന രണ്ടിനും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന രണ്ടിനും ചോദിക്കുന്ന ഏരിയ അതാണ്. നമ്പർ സിസ്റ്റം എന്ന് കളക്റ്റീവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അതും നമുക്ക് രണ്ടിനും ആവശ്യമുണ്ട്. HCF LCM നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരേപോലത്തെ രണ്ടിനും ആവശ്യമുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം തന്നെ നമ്മുടെ രണ്ട് എക്സാംസിനും ഒരേപോലെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ടോപ്പിക്സും നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നമ്മുടെ ബോർഡമസ്, അതുപോലെ തന്നെ ഡെസിമൽ, ഫ്രാക്ഷൻ, നമ്പേഴ്സ്, സ്ക്വയർ റൂട്ട്, നമ്പർ സിസ്റ്റം, അതുപോലെ ഇത്രയും ഏരിയ, ഈ ഒരു ഇവിടെ വരെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് റെയിൽവേക്ക് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും? നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് റെയിൽവേയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് എക്സാമിലേക്ക് വരുമ്പോൾ. അതുപോലെ SSCയിലേക്ക് വരുമ്പം അത് ഈ ഒരു ഏരിയയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സാംസിൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഏരിയ വരെ നമുക്ക് കിട്ടുന്നത്. ഇനി താഴേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ HCF LCM എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ SSCയുടെ എക്സാംസ് ആയാലും അവിടെ ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ പെർസെൻറ്റേജിൽ നമുക്ക് SSCയുടെ എക്സാമിൽ ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ റെയിൽവേയുടെ എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ പല എക്സാംസിനും പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാംസിലും ഒരേ ഷിഫ്റ്റിൽ തന്നെ 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരെയാണ് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ചോദിച്ചിരിക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പെർസെൻറ്റേജ്. ഡെഫിനറ്റ്ലി അത് റെയിൽവേക്ക് മാത്രമല്ല SSCക്കും വളരെ ഇമ്പോർട്ടൻ്റ്. ക്വസ്റ്റ്യൻ ഒരെണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴേക്ക് പോകുമ്പോൾ നമുക്ക് റേഷ്യോസിൽ നിന്ന് എക്സാമിൽ അഗെയിൻ SSC എക്സാംസിലേക്ക് വരുമ്പോൾ ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു റെയിൽവേയുടെ എക്സാംസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഈ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻ കേസ് കുറഞ്ഞാൽ പോലും നമുക്ക് അവിടെ നിന്ന് 1 തൊട്ട് 3 ക്വസ്റ്റ്യൻ വരെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ പെർസെൻറ്റേജ് കുറയുമ്പോൾ അവിടെ റേഷ്യോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടാറുണ്ട്. ഇനി താഴേക്ക് വീണ്ടും പോകുമ്പോൾ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റമാണ്. ഈ ഒരു 2 ടോപ്പിക് കൂടി നമുക്ക് ചേർത്ത് ഒരുമിച്ച് പറയാം. ഈ 2 ടോപ്പിക് കൂടി ചേർത്ത് നമുക്ക് ഇവിടെ നിന്ന് കളക്റ്റീവായിട്ട് SSCയുടെ എക്സാംസ് ആണെങ്കിൽ ഒരു ക്വസ്റ്റൻ ആണ് കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം റെയിൽവേയുടെ എക്സാംസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പല ഷിഫ്റ്റ്സിലും ചോദിച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് പോകുമ്പോൾ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടൈം ആൻഡ് ഡിസ്റ്റൻസ് മാത്രമല്ല അവിടെ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസും ബോട്ടിൻ്റെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ അഗെയിൻ SSCയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ അഗെയിൻ റെയിൽവേയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ടൈം ആൻഡ് ഡിസ്റ്റൻസ് റെയിൽവേയുടെ എക്സാം ഉറപ്പായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണും. നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. മേ ബി 3 വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ ഷിഫ്റ്റുകളിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് പോകാം, കുറച്ചുകൂടി ചേഞ്ചസ് ഒക്കെ വരുന്ന ടോപ്പിക്സിലേക്ക് പോകാം. സോ അടുത്ത ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. നമുക്ക് അതിനെ കളക്റ്റീവായിട്ട് എടുക്കാം. സോ ഈ 2 ടോപ്പിക് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് SSCയുടെയും റെയിൽവേയുടെ എക്സാമിനും രണ്ടിനും നമുക്കിത് ചോദിക്കാറുണ്ട്. ഈ ഒരു ടോപ്പിക്ക് SSCയുടെ എക്സാംസിന് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് 2 കൂടി ചേർത്ത് ഒരു ക്വസ്റ്റിനെ വരത്തുള്ളൂ. 1 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറില്ല. പക്ഷേ റെയിൽവേയുടെ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് 2 നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിവിടെ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ വരെ എടുക്കാം. 2 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും തന്നെ മാക്സിമം 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മുടെ SSC എക്സാം ആയാലും റെയിൽവേ എക്സാംസ് ആയാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് SSCയുടെ എക്സാമിൽ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ പോലും നേരത്തെ നടന്നിട്ടുള്ള ചില CGLന്റെ എക്സാമിൽ ചില ഷിഫ്റ്റുകളിൽ 3 ക്വസ്റ്റ്യൻ വരെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സെയിം ടൈം റെയിൽവേയുടെ എക്സാമിലേക്ക് പോകുമ്പോഴും റെയിൽവേയുടെ എക്സാമിലും അത്യാവശ്യം നല്ലപോലെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഇവിടുന്ന് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ റെയിൽവേയുടെ എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്കിലാണ് 2 തൊട്ട് 3 വരെയൊക്കെ പോയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി റിമൈനിങ് ടോപ്പിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ വളരെ ഈസി ആയിട്ടുള്ള ഗ്രാഫ് ബേസ്ഡ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം റെയിൽവേയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഗ്രാഫ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കൂടാതെ മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമുണ്ട്. ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമുക്ക് ഇവിടെ കുറച്ചുകൂടി ആവശ്യമുള്ളത്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എക്സാമിൽ കിട്ടാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് മാക്സിമം 3 ക്വസ്റ്റ്യൻ വരെ
പോകാൻ സാധ്യതയുണ്ട്. ഈവൻ അവിടെ ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിൽ പോലും അവിടെ നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം. പക്ഷേ ഇവിടെ നമുക്കത് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ അഗെയിൻ ഏജസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് SSCയിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വലുതായിട്ട് ചോദിക്കാറില്ല. മേ ബി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മേ ബി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കൂടുതലും ക്വസ്റ്റ്യൻസ് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതലും വരുന്നത്. ബിക്കോസ് അത്രയും ഫ്രീക്വൻ്റ് ഒരു ടോപ്പിക് അല്ല ഏജസ് എന്ന് പറയുന്നത് SSC എക്സാംസിലേക്ക് വരുമ്പോൾ. പക്ഷേ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻഡ് 1 തൊട്ട് നമുക്ക് മേ ബി മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്നത്. ഇനി അടുത്ത കലണ്ടറിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയാണ് നമുക്കിവിടെ കുറച്ച് ചേഞ്ചസ് വരാൻ പോകുന്നത്. കലണ്ടർ എന്ന് പറഞ്ഞാൽ SSCയുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കിത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലല്ല വരുന്നത്. നമുക്കിത് വരുന്നത് എവിടെയാണ്? റീസണിങ്ങിൻ്റെ ഏരിയയിലാണ് കലണ്ടർ വരുന്നത്. അതും വല്ലപ്പോഴും മാത്രം, അല്ലെങ്കിൽ അങ്ങനെ വരാറേ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം SSC എക്സാംസിലേക്ക് വരുമ്പോൾ. പക്ഷേ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ കലണ്ടർ നമുക്ക് ചോദിക്കാറുണ്ട്. അവിടെ ഒരു ചേഞ്ച് വന്നു അല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞാൽ 0 to 1 ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ചില ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ചില ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ ഇല്ല എന്നൊരു ആംഗിളിലാണ് പോകുന്നത്. പക്ഷേ എന്നാലും മോസ്റ്റ്ലി ഷിഫ്റ്റുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് 1 എന്നൊരു രീതിയിൽ തന്നെ എടുത്തു പോകാം. ഇനി താഴേക്ക് പോകുമ്പം അടുത്ത ക്ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് അഗെയിൻ നമ്മുടെ SSCൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലല്ല വരുന്നത്. അത് വരുന്നത് നമ്മുടെ SSCൻ്റെ അകത്ത് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് അഗെയിൻ ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. പക്ഷേ റെയിൽവേയിലേക്ക് വരുമ്പം ഈ ഒരു ടോപ്പിക്ക് നമുക്ക് SSCയുടെ നമ്മുടെ റെയിൽവേയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. ആൻഡ് ഇവിടെ നിന്നും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 to 1 ക്വസ്റ്റ്യൻ തന്നെ പറയാം. ആൻഡ് നമുക്ക് മോസ്റ്റ് ഓഫ് ദി ഷിഫ്റ്റിലും അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 0 to 1 എന്നുള്ള ചില ഷിഫ്റ്റുകളിൽ അത് റെയർ ആയിട്ടുള്ള ചില എക്സാംസിൽ ചില ഷിഫ്റ്റുകളിൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി താഴോട്ടുള്ള ഈ 4 ടോപ്പിക്സിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ SSCക്കും ചോദിക്കാറുണ്ട്, റെയിൽവേക്കും ചോദിക്കാറുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും SSCക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് SSCക്ക് ഈ 4 ടോപ്പിക്ക് ചേർത്ത് നിങ്ങൾക്ക് 8 തൊട്ട് 10+ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയാണ് ഈ ഒരു 4 ടോപ്പിക്ക് ചേർത്തുള്ളത്. പക്ഷേ നമ്മുടെ റെയിൽവേയുടെ എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് 4 തൊട്ട് മാക്സിമം 6 ക്വസ്റ്റ്യൻസ് വരെ മേ ബി പോകാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബ്ലി നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഈ ഒരു അഡ്വാൻസ് മാത്സിൻ്റെ ഏരിയ വളരെ കുറച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ. സോ നിങ്ങൾ കാണാൻ പറ്റും നേരത്തെ സ്ലൈഡിൽ നമുക്ക് അത്രയും വലിയൊരു വേരിയേഷൻ ഒന്നും ഇല്ലായിരുന്നു. എല്ലാ ടോപ്പിക്കും നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരേപോലെയൊക്കെ തന്നെ, വലിയൊരു ഡിഫറൻസ് ഇല്ലാതെ തന്നെയാണ് നമുക്ക് വരുന്നത് SSC ആയാലും റെയിൽവേ ആയാലും. പക്ഷേ ബാക്കിയുള്ള കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്കിലേക്ക് പോയി നിങ്ങൾ മനസ്സിലായി കാണും ഇവിടെ വരെ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം താഴോട്ടുള്ള ടോപ്പിക്സിൽ നല്ലൊരു വേരിയേഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു വേരിയേഷൻസ് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ എന്താണ് എക്സ്ട്രാ ഉള്ള റെയിൽവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും സ്റ്റഡി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമുക്കവിടെ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക്, അതുപോലെ തന്നെ കലണ്ടർ, അതുപോലെ നമ്മുടെ മീൻ മീഡിയൻ മോഡ് ഈ 3 ഏരിയാസ് ആണ് നമുക്ക് എവിടെ വരുന്നത്. നമ്മുടെ RRB റെയിൽവേയുടെ എക്സാമിലേക്ക് വരുമ്പം നമുക്ക് കമ്പയർ ടു SSC എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പം റെയിൽവേയുടെ എക്സാമിലേക്ക് വരുമ്പം എക്സ്ട്രാ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കമ്പയർ ടു SSC. അപ്പോൾ ഈ ഒരു ഏരിയാസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം SSCയും റെയിൽവേ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വേറെ ചില കാര്യങ്ങളുണ്ട്. റെയിൽവേയുടെ എക്സാമിലും SSCയുടെ എക്സാംസിലും ചില ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റിൻ്റെ കൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയ നിങ്ങൾക്ക് അതാത് എക്സാമിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ എന്തായാലും ആ ടോപ്പിക് പഠിച്ചേ പറ്റത്തുള്ളൂ. സോ അതിൽ ഒരു വലിയ ഡിഫറൻസ് വരുന്നില്ല. പക്ഷേ ഈ ഒരു ഏരിയാസ് നമുക്ക് എന്തായാലും റെയിൽവേ വരുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് എസ്പെഷ്യലി ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ക്ലോക്കും കലണ്ടറും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, SSCയിലേക്ക് വരുമ്പോൾ റീസണിങ്ങിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ നമ്മൾ SSCയിൽ പഠിക്കുന്നേ ഇല്ല. നമ്മൾ ഈ ഒരു ഏരിയ റെയിൽവേക്ക് മാത്രമാണ് ചോദിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ SSC റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഒരേ പ്രിപ്പറേഷനിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 2 എക്സാംസ് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ വർഷം നിങ്ങൾക്ക് അറിയാം ഒരുപാട് എക്സാംസ് SSC റെയിൽവേയുടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 10+ എക്സാംസ് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട് തന്നെ പറയാം. നമുക്ക് എന്നിട്ട് റെയിൽവേയുടെ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. പ്ലസ് SSCയുടെ നമുക്ക് ഇനി CGL ഉണ്ട്, CSL ഉണ്ട്, MTS ഉണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്ന വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട് SSCയുടെ. അതുപോലെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു തുടങ്ങി. നമുക്ക് ALP വന്നു, ടെക്നീഷ്യൻ വരും ഇപ്പം. അതുകൂടാതെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ തന്നെ ഓൾറെഡി
ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എപ്പം വരാതിരിക്കുകയെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാ എക്സാംസും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ 10+ എക്സാംസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ്. ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. അപ്പോൾ ആ ഒരു ഏരിയ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിപ്പറേഷൻ വഴി ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ ഏരിയ എങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയാസൊക്കെ തന്നെ വളരെ ഷോർട്ടായിട്ട് വളരെ ലിമിറ്റഡ് സ്റ്റെപ്സ് യൂസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സും അതുപോലെ തന്നെ ഈ ഒരു എക്സാംസിന് റിലേറ്റ് ചെയ്തും നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതുപോലെ തന്നെ നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏത് എക്സാമാണോ ആ എക്സാമിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോ ഐ ഹോപ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക്. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മേ ബി ഇനി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കിട്ടിയെന്ന് വരത്തില്ല. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒട്ടും തന്നെ മിസ് ചെയ്യാതെ നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി. ഇതിൻ്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരുന്ന സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.